അവർ ആ ഡൂൺസിലിട്ട് കാണിക്കുന്ന അഭ്യാസങ്ങളാണ് ഒരു മഹീന്ദ്രനോട് ഇപ്പോൾ മിനിയാന്ന് കാണിച്ചു തന്നത്. അപ്പം മഹീന്ദ്ര ടെക്നോളജി മാത്രമല്ല ഇവൻറ്റുകൾ കൂടി അടിച്ചു മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ നമുക്കിവിടെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും, സെറ്റാണ്, അടിപൊളി. സോറിയേ, അതെ ഇഷ്ടമൊക്കെ പറയും. കാരണം വണ്ടി വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അവരുടെ ഒരു മാർജിൻ കൂടി ആടിയും. ഇപ്പോൾ നമുക്കൊന്നും പറ്റില്ലെങ്കിൽ ഐഫോണിൻ്റെ കാര്യം പറയില്ലേ, നമ്മൾ തായ്ലാൻഡ് പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റും കൂടിയും ലാഭമായിരിക്കും, പോയി വരാനുള്ള കാശും ഇവിടുത്തെ ഐഫോണിൻ്റെ പ്രൈസൊക്കെ നോക്കിയെന്ന് പറയില്ലേ. ടോർക്ക് കൺവേർട്ടർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് എല്ലാ വണ്ടിക്കൊന്നുമില്ല, ചില വണ്ടിക്ക് ഭാഗ്യം പോലെ അടിച്ച് കിട്ടുന്നതാണ്. എൻ്റെ വണ്ടിക്ക് ഇല്ലാത്തതും ഈ വണ്ടിക്കുള്ളത് എന്താ അറിയോ, അത് ഈ ഒരു ബീപ്പാണേ. നമസ്കാരം. നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഇടയ്ക്ക് നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അത് ബേസ് മോഡലാണെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ തോന്നും, ഓ ബേസ് മോഡലാണ് എൻ്റെ വണ്ടിക്ക് ആ ഫീച്ചേഴ്സ് ഇല്ലല്ലോ, ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒന്നുകിൽ ആ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ എന്നാൽ പിന്നെ ടോപ്പ് എൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഒരു കാര്യമില്ല, വെറുതെ അപ്ഗ്രേഡ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് ജിംനി സീറ്റ് ആണെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് ആൽഫ വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മാരുതി വിളിച്ചിട്ട് ഇന്നത്തെ ജിംനി ആൽഫയുടെ പ്രൈസ് എടുത്ത് 17 ലക്ഷം രൂപയാണ് ഏറെക്കുറെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വില. സീറ്റ് ഓട്ടോമാറ്റിക് കിട്ടാനില്ല, മാനുവലാണെങ്കിൽ വിലയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ താറോക്സ് നോക്കിയാൽ എന്താ തോന്നി, വെറുതെ അങ്ങനെ താറോക്സ് നോക്കിയപ്പോൾ അതിനുമുണ്ട് ഒരു 25 ലക്ഷം രൂപയുടെ മുകളിലൊക്കെ ഉണ്ട് വില. മാനുവൽ 4x4-ന്. ഫോർച്യൂണർ ആണെങ്കിലോ 60 ലക്ഷം രൂപയുടെ മുകളിലല്ല ജെൻഡറിന്, അറിയാലോ. അപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന കാശ്. ഇപ്പോൾ ഞാൻ ജിംനി വാങ്ങാൻ ഉദ്ദേശിച്ച 17 ലക്ഷം രൂപയ്ക്ക് ഒരു വലിയ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാലോ, ഒരു 3.2 ലിറ്റർ എഞ്ചിനുള്ള ഡീസൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാലോ, ഞാൻ സംസാരിക്കുന്നത് ഫോർഡ് എൻഡവറിനെ കുറിച്ചാണ്. വെറും എൻഡവറല്ല, 3.2 ലിറ്റർ 6 സ്പീഡ് എൻഡവർ ഇതേ കിടക്കുന്നത്. ഇന്ന് നമുക്ക് എൻഡവറിനെ കുറിച്ച് സംസാരിക്കാം. ഈ എൻഡവർ എന്ന് പറയുന്നത് പുറത്തുനിന്ന് എടുത്തിട്ട്, ഡൽഹിയിൽ നിന്ന് എടുത്തിട്ട് കേരളത്തിൽ കൊടുത്ത രജിസ്റ്റർ വണ്ടിയാണ്. നമ്പർ കിട്ടാൻ പോകണുള്ളൂ. 16-17 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് നല്ല ഒരു എൻഡവർ തപ്പിയെടുക്കാൻ പറ്റും. അതിവിടെ കൊടുന്ന് രജിസ്റ്റർ ചെയ്യാൻ ഒരു 3-3.5 ലക്ഷം മതി. എന്തായാലും ഇത് ഫോർഡ് എൻഡവറാണ്. 2016 വേർഷൻ 17 രജിസ്ട്രേഷൻ, 3.2 ഫോർഡ് എൻഡവർ. 6 സിലിണ്ടർ അല്ല, അത് 5 സിലിണ്ടറാണ്. ഒരു വലിയ എഞ്ചിനും ഒരു വലിയ വണ്ടി. ഇപ്പോൾ മഹീന്ദ്രയൊക്കെ പറയുന്നുണ്ട് ഡാവിഞ്ചി സസ്പെൻഷൻ അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റൈഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് എൻഡവർ കയറി യാത്ര ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഓടിച്ചു നോക്കണം. എന്തായാലും ഇന്ന് നമുക്ക് എൻഡവറിനെ കുറിച്ച് സംസാരിക്കാം. വലിയ വണ്ടിയാണ് ഫോർഡ് എൻഡവർ. ഇപ്പോൾ മഹീന്ദ്ര പല വണ്ടികളിലും സസ്പെൻഷനൊക്കെ മാറി എന്നൊക്കെ പറയുന്നുണ്ട്, പുതിയ ടെക്നോളജി കൊടുന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വന്നത് ഈ വണ്ടി നാം, അതായത് എൻഡവറിന്ന് മാക്സിമം അവർ ഞാണ്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മഹീന്ദ്രയും അല്ലെങ്കിൽ ഫോർഡും തമ്മിൽ കൊളാബറേഷൻ വേണ്ടിയിട്ട് എക്സ്വിയുടെ ബോഡി എക്കോസ്പോർട്ടിൻ്റെ എഞ്ചിനായിട്ട് വണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കൊളാബറേഷനിൽ മഹീന്ദ്രയ്ക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു വലിയ വണ്ടിയാണ്. ഇതിന് എവറസ്റ്റ് എന്ന് പേരുണ്ട്. പല സ്ഥലത്തും ഈ വണ്ടിയുടെ പുതിയ വേഷം വന്നു. ഇവിടെ തന്നെ പലരും ഫേസ് ലിഫ്റ്റൊക്കെ ചെയ്തു. ഇതിൻ്റെ മുൻവശമൊക്കെ കണ്ടാൽ വലിയ വണ്ടിയാണെന്ന് ഒറ്റ മനസ്സിലാവും. ഗ്രൗണ്ട് ലെൻസൊക്കെ കണ്ടില്ല, ഒരു പ്രോപ്പർ ഓഫ് റോഡാണ്. ഇപ്പോൾ ജിംനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഇത് ഒരു 3 ജിംനിയുടെ ഒരു പെർഫോമൻസിലെ വണ്ടിയാണ്. വശങ്ങളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, വലിപ്പത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നീളം അല്ലെങ്കിൽ വീതി അല്ലെങ്കിൽ ഉയരമൊക്കെ തീർത്തും വലുതാണ്. ഇപ്പോൾ 3.2 ലിറ്റർ എന്നുള്ള ഒരു ബാഡ്ജോടെ കൊടുത്തേക്കുന്ന ആ എഞ്ചിൻ്റെ ഒരു കാര്യം കാണുന്നത് 5 സിലിണ്ടറാണ്. 5 സിലിണ്ടർ എഞ്ചിൻ പറഞ്ഞാൽ നമുക്ക് അധികം കാണാൻ പറ്റില്ല. 4 സിലിണ്ടർ അല്ലെങ്കിൽ 3 സിലിണ്ടർ കാണും, പക്ഷേ 5 സിലിണ്ടർ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 അങ്ങനെയാണ് ഇതിൻ്റെ വീലൊക്കെ ഉണ്ട്. ടയറുകൾ മാറിയതാണ്. എന്തായാലും ഈ ടയറുകളിലും അല്ലെങ്കിൽ ഈ അലോയ് വീൽ ഡിസൈനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാമെങ്കിലും എനിക്കിതിൻ്റെ വലിപ്പമാണ് നമുക്കിതിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ വണ്ടിയാണ് എൻഡവർ, അതിൽ സംശയമൊന്നും വേണ്ട. ഏത് വണ്ടിക്ക് പകരം വാങ്ങാൻ പറ്റും. ഇപ്പോൾ ജിംനിക്ക് വാങ്ങിയത് പെരുത്ത വണ്ടിയാവും, താറോക്സിന് വാങ്ങിയാൽ ഏറെക്കുറെ സെയിം സൈസ്, കുറച്ചുകൂടി വലിപ്പം കൂടുതൽ. ഫോർച്യൂണറിന് വാങ്ങിക്കഴിഞ്ഞാൽ ഫോർച്യൂണറിൻ്റെ പ്രശ്നം എന്താ, ഫോർച്യൂണറിന് ഒരു ഇത്തിരി ആട്ടവും കളിയൊക്കെ കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ. എൻഡവറിന് അതില്ല. എൻഡവർ ഒത്തിരി കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് തരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഡിസൈനും അല്ലെങ്കിൽ ലുക്കൊക്കെ ഒരു ഗ്ലോബൽ ആണെന്ന് പറയാം. എൻഡവർ എന്നതിന് പകരം എവറസ്റ്റ് എഴുതിയിട്ടുള്ള വണ്ടികളുണ്ടാവും. 4 വീൽ ഡ്രൈവ്, പ്രോപ്പർ 4 വീൽ ഡ്രൈവ് ആണ്. പിന്നെ ബാക്കിൽ ബമ്പർ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കാണാം. ഓക്കെ, ഇത് വലിയ വണ്ടിയാണ് എന്നുള്ളതാണ്. ഇതിന് സ്പോയിലർ അല്ലെങ്കിൽ സ്പോയിലർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഒരു വണ്ടി എന്ന നിലയ്ക്ക് നമുക്ക് ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഞാനിത് തുറക്കട്ടെ. ഇത് പവർ ടെയിൽ ഗേറ്റുള്ള വണ്ടിയാണ്. പവർ ടെയിൽ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ ബൂട്ടിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ബൂട്ട് ഫോൾഡ് ചെയ്യുന്നതൊക്കെ ഇലക്ട്രിക്കാണ്. ഷൂ മാറ്റി കേട്ടോ. ഈ ബൂട്ട് ഫോൾഡ് ചെയ്യുന്ന ഇലക്ട്രിക്കാന്ന് പറയുമ്പോഴേ സ്വിച്ചുകളുണ്ടോ, ഇതിപ്പോൾ നമുക്ക് അങ്ങ് മറിച്ചിടാൻ പറ്റും. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് കാലഘട്ടം കൂടി നോക്കണം. 2016-17 വണ്ടിയാണ്, അല്ലെങ്കിൽ പുതിയ വണ്ടിയല്ല, ഇന്നത്തെ കാലത്തെ വണ്ടിയല്ല. എന്നിട്ടും ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ് എൻഡവർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പോകുന്ന വണ്ടി ജിംനി ആകുമ്പോൾ ജിംനിക്ക് പല സാധനങ്ങളും ഇല്ല, അല്ലെങ്കിൽ താറോക്സ് ആകുമ്പോൾ താറോക്സിന് പല പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ വണ്ടി കൊണ്ട് പരിഹരിക്കാൻ പറ്റും. BS4 ആയതുകൊണ്ടേ പ്രശ്നങ്ങളും കുറവാണ്. പക്ഷേ ഹൈലൈറ്റ് ഈ വലിപ്പത്തിലും സൈസിലൊന്നല്ല, അത് എഞ്ചിൻ റൂമിനകത്ത് തന്നെയാണ്. ഈ 3.2 എഞ്ചിൻ തന്നെയാണ്. ഈ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പവറും അല്ലെങ്കിൽ ടോർക്കും തന്നെയാണ്. ഇത് കുറച്ചുകൂടി പവറുള്ള വണ്ടി, അതൊന്ന് ട്യൂണൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഡ്യൂറ ടോർക്ക് TDC എന്ന് പറയുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 197 bhp ആണ് സ്റ്റോക്ക്.
അത് ട്യൂൺ ചെയ്തിട്ട് 40 ബി എച്ച് പി കൂടുണ്ട് ഇതിനകത്ത്. അപ്പോൾ 238 ബി എച്ച് പി ഉള്ള ഈ വണ്ടിക്ക് പിന്നെ 470 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 6 സ്പീഡ് എന്ന് പറയുന്ന ഒരു ടോർക്ക് കൺട്രോൾ ഗിയർ ബോക്സ് ആണ്. ഇത് പിന്നെ മാറിയിട്ട് 2.2 ലിറ്റർ ആയി, പിന്നെ 2 ലിറ്റർ ആയി, അവിടെ നിന്ന് 10 സ്പീഡ് ഗിയർ ബോക്സ് വന്നു. എനിക്ക് തോന്നുന്നു എൻഡവറിൻ്റെ സുവർണ്ണകാലം എന്ന് പറയാവുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള വണ്ടിയാണ് ഈ 3.2 എന്നുള്ളതാണ്. ഇപ്പോൾ യൂസ്ഡ് വണ്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി വാങ്ങേണ്ടത് 3.2 തന്നെയാണ്. കാരണം പെർഫോമൻസ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വണ്ടി വാങ്ങുന്നത്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. ഒരു സിംഗിൾ ഡിജിറ്റ് ടു 2 ഡിജിറ്റ് ഒക്കെ കിട്ടുമ്പോൾ 7, 8, 9, 10, 11 വരെ കിട്ടുന്ന ഒരു മൈലേജുള്ള വണ്ടി കൂടിയാണിത്. ഇതിൻ്റെ വലിപ്പം, ഇതിൻ്റെ എൻജിൻ, ഇതിൻ്റെ മൊത്തത്തിലുള്ള റോഡ് പ്രസൻസ് എന്നുള്ളതൊക്കെ നമുക്ക് ഫോർഡ് പോയതുകൊണ്ട് മാത്രം അങ്ങനെ നഷ്ടപ്പെടുത്തി കളയേണ്ട ഒരു കാര്യമല്ല, അല്ലേ? ശരിയല്ലേ? ഒരു ബോഡി ഓൺ ഫ്രെയിം വണ്ടിയാണല്ലോ എൻഡവർ. നിങ്ങൾ ഫൈലിംഗ് സസ്പെൻഷനൊന്നും ട്രെയിൽ ആമെന്നും അല്ലെങ്കിൽ എന്താ പറയുക വാട്ട് സ്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ആദ്യ രൂപം നമുക്ക് എൻഡവർ കാണാൻ പറ്റും. ഇപ്പോൾ വീലിൻ്റെ അടി കൂടെ നോക്കി സസ്പെൻഷനൊക്കെ ഒരു കാര്യം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എന്തുമാത്രം ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഫോർഡ് എൻഡവർ എന്നുള്ളത്. ഞാൻ പറയുന്നതേ ആ ലിങ്കും കാര്യങ്ങളൊക്കെ കാണില്ലേ, ഇത് ഒരു പ്രോപ്പർ 4 വീൽ ഡ്രൈവ് ആണ്, അല്ലാണ്ട് ഒരു തമാശ കളിക്കുള്ള 4 വീൽ ഡ്രൈവ് അല്ല. ഈ വീൽ ഡിസൈൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ വീൽ ഡിസൈനേക്കാൾ കൂടുതൽ പറയാനുള്ളത് അതിൻ്റെ ബോൾട്ടുകളുടെ എണ്ണമാണ്. കണ്ടോ, 6 ബോൾട്ട്. ഓക്കെ, അത് സീരിയസ് ആണ് വണ്ടി എന്ന് കാണിക്കുക. ഇതിന് കീ ആണ്, അതായത് ഇത് ഒരു പുഷ്പട്ട സ്റ്റാർട്ടുള്ള വണ്ടിയല്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ കീ ഹോൾ കാണാം. ഓക്കെ, ഫോർഡിൻ്റെ ആയിട്ടുള്ള സ്വിച്ച് ഗിയറൊക്കെ കാണുന്നുണ്ട്. വലിയ ഒരു പെഡലുകളൊക്കെ കാണാം. ഈ ഡോർ പെഡലാണെങ്കിലും എലഗൻ്റാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ലെതറൊക്കെ അപ്പോസിറ്റൊക്കെ ക്ലീനാണ്. ഇത് അബിയുടെ വണ്ടിയാണ്, സ്വരാജ് കെയറിൻ്റെ. അപ്പോൾ അബി ഈ ഒരു ഡ്രീം ക്യാച്ചറിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രീം ക്യാച്ചർ സ്വപ്നം പിടിക്കുന്ന പറയുന്നത്. ആ ഡാഷ്ബോർഡിൻ്റെ ഒരു ഫീലൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഫോർച്യൂണറിനൊന്നും ഇന്നും കിട്ടാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ അവർ അന്നേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സൺറൂഫ് ഉണ്ട്, പിന്നെ ടച്ച് സ്ക്രീനിൻ്റെ ഒരു കാര്യം കാണാം, ക്യാമറകളുടെ കാര്യം കാണാം. ഓക്കെ, ഈ മിറർ സ്വിച്ചൊക്കെ അവിടെ ചെയ്യുന്നില്ലേ. ഇത് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ ലെതറൊക്കെ നോക്കി, ഈ ലെതറൊന്നും ഒരു പ്രശ്നവുമില്ല, എല്ലാം ക്ലീനാണ്. ഞാൻ പറയുന്നത് 2017 വണ്ടിയാണ്. ആ മെറ്റലിൻ സെറ്റൊക്കെ നല്ലതാണ്. സീറ്റിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണാം. ഈ സീറ്റിനൊക്കെ ഇത്രയും ക്വാളിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ നോക്കാൻ പോകുന്ന വണ്ടിയുടെ ഒരു കണ്ടീഷൻ നിങ്ങൾ അറിഞ്ഞു നോക്കണം, അല്ലെങ്കിൽ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഇതൊക്കെ നോക്കി എടുത്ത ആളുകളുടെ ഒരു മിടുക്കൂടെയാണ് ഇത് ഇലക്ട്രിക് സീറ്റാണ്. കണ്ടോ, എൻ്റെ വണ്ടിക്ക് ഇല്ലാത്തതും ഈ വണ്ടിക്കുള്ളത് എന്താ അറിയോ? അത് ഈ ഒരു ബീപ്പാണ്. എനിക്ക് എൻ്റെ വണ്ടിക്ക് ഇതാക്കണമെന്നുണ്ട്, ഞാൻ ആക്കിയിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ കാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെറിയ ടാക്കോമീറ്റർ എവിടെ? അത് എൻഡവറിലാണ്. അത്രയും ചെറിയ ടാക്കോമീറ്റർ. അതിനകത്ത് കൂടെ നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് ടാക്കോമീറ്റർ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ആ ടാക്കോമീറ്റർ എക്സ്ട്രാ പറയേണ്ടതുണ്ട്. എൻഡവറിന് എല്ലാ കാര്യത്തിലും നമ്മൾ പറയാറുള്ളത്. നടുവിൽ വലിയ മീറ്ററാണ്, പോഷയുടെ പോലെ ഒരു വലിയ മീറ്റർ ഉണ്ട്. 200 കിലോമീറ്റർ സ്പീഡ് കാണിച്ച മീറ്ററാണ്. ഇതിനകത്തുകൂടി നമുക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ ഉണ്ട്. ഇവിടെ ഈ ടച്ച് സ്ക്രീനിൽ അത്യാവശ്യം വേണ്ടത് ഇൻഫർമേഷൻ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ ഒരു ടച്ച് സ്ക്രീനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും എനിക്ക് തോന്നുന്നു 17 വരുമ്പോൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. FM അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് ഡുവൽ സോൺ AC ഉള്ള വണ്ടിയാണ്. ഈ ഡുവൽ സോൺ AC എന്നാ ഫോർച്യൂണർ കിട്ടിയത്? ഇപ്പോൾ അടുത്ത കണ്ടല്ലേ? അതെ. പിന്നെ കണ്ടോ, വലിയ ഗ്ലോ ബോക്സ് കാണാം, 2 തട്ടൊക്കെയാണ്. ഈ ഡോറിൻ്റെ മുകളിൽ ലോക്ക് കണ്ടോ, അത് 4 ഡോറിലും ഇൻഡിവിജ്വലി ഉണ്ട് എന്നുള്ളതാണ്. ഫോർഡ് ക്ലവറാണ്. ഫോർഡിൽ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഇതാ ഈ മിറർ കേട്ടോ. ഈ മിറർ എന്ന് പറയുന്നത് ലൈറ്റോട് കൂടിയ മിററാണ്. ഇതൊക്കെ നമ്മൾ ഫോർഡിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ സൺറൂഫിൻ്റെ ഒരു കാര്യം കാണുമ്പോൾ ബ്ലാക്കാണ് ഇതിൻ്റെ ഒരു റൂഫൊക്കെ. റൂഫിൽ നമുക്ക് സൺറൂഫ് ഉണ്ട്. സൺറൂഫിൻ്റെ ഒരു കർട്ടൻ തുറന്നാൽ നോക്കിയേ, എന്തുമാത്രം വലിയ സൺറൂഫാണ്. ഇന്നിപ്പോൾ ഓരോ വണ്ടികളും പറയുന്നത് സൺറൂഫ് ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ മുൻഗാമി എന്ന് പറയുന്നത് ആരാ? ഫോർഡല്ലേ. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ വണ്ടിയകത്തുണ്ട്. ഇതൊക്കെ ഫോർഡിൽ അന്നേ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫോർഡിലുണ്ട് ഇതൊക്കെ. എൻഡവർ യാത്ര ചെയ്യാനും ബെസ്റ്റ് വണ്ടിയാണ്. അതിൻ്റെ ബാക്ക് സീറ്റ് വളരെ നല്ലതാണ്. ഇപ്പോൾ കാല് വയ്ക്കാനുള്ള സ്ഥലമാണെങ്കിലും അതല്ല, AC കൺട്രോൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ പറയുന്നത് വില വെച്ചാണ് നമ്മൾ വാങ്ങുന്ന പൈസ, അതായത് കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമാണ് ഞാൻ കാണുന്നത്. 16-17 ലക്ഷം രൂപ നമ്മൾ വണ്ടി മേടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇന്ന് വരുന്ന വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ സീറ്റിൻ്റെ ചാരൊക്കെ നല്ലതാണ്, യാത്ര ചെയ്യാൻ സുഖമാണ്, അതിന് റൈഡ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഈ റൈഡ് ക്വാളിറ്റി ഇടയ്ക്ക് പറയേണ്ടതല്ല. ബാക്കിലെ ഈ ഒരു ലോക്കിൻ്റെ ബട്ടൺ കണ്ടോ, അത് ഇവിടെയും കാണാം. സംഭവം സിമ്പിളാണ്. പുതിയ വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി തന്നെ വാങ്ങാം. അതല്ല, കൊടുക്കുന്ന കാശിന് മൂല്യമുള്ള ഒരു നല്ല വണ്ടി വാങ്ങണമെങ്കിൽ ഇതുപോലുള്ള വണ്ടികളൊക്കെ വാങ്ങാം. ഇപ്പോൾ ഫോർച്യൂണർ വാങ്ങിയ എന്താ പ്രശ്നം നമുക്കറിയാം. ഫോർച്യൂണർ അത്രയും വില കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ രണ്ടോട് ആലോചിക്കും. അതല്ലെങ്കിൽ വേറെ വണ്ടികൾ, ഇപ്പോൾ മഹീന്ദ്ര വണ്ടികൾ, സ്കോർപ്പിയോ N ഉണ്ട്, അല്ലെങ്കിൽ താർ റോക്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജിംനി താർ. ഓക്കെ, ഒരുപാട് 4x4 ഉണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ 4x4 ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനിൽ കിട്ടണമെങ്കിൽ തപ്പിയെടുക്കണം. എന്നാലും കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ സുഖമായിട്ട് ഓടിച്ചു നടക്കുന്ന ഒരു വണ്ടി കിട്ടിയെന്നുള്ള ഒരു ആത്മസംതൃപ്തി നൽകുന്നൊരു വണ്ടിയാണ് ഇതേ കിടക്കുന്നത് എൻഡവർ എവറസ്റ്റ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണേൽ വിളിച്ചോ. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ട്രെയിനിലാണ്. അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊരു ഓഫ് റോഡ് ട്രെയിലുണ്ട്. അപ്പോൾ ഞാൻ ജിമ്നി കൊണ്ടുവരാത്തതിനൊരു വിഷമം അങ്ങനെ തോന്നിക്കുക. അപ്പോൾ ഇത് എൻഡവറാണല്ലോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് കൂടെ വരാതിരിക്കണേ. ഓക്കെ, ഇതൊരു പ്രോപ്പർ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ 4 വീൽ ഡ്രൈവ് ഉള്ള ഓഫ് റോഡാണ് വിത്ത് സെൻട്രൽ ഡിഫ്. അതുപോലെ ബാക്കിൽ ഡിഫ് ലോക്കും ഉണ്ട്.
അങ്ങനെ ഒരു വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ക്യാപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണിത്. ക്യാപ്പബിലിറ്റിയാണ് ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻഡോർ വാങ്ങാനായിട്ടൊരു വലിയ ഗുണമാണ്, അല്ലെങ്കിൽ എൻഡോർ വാങ്ങാനായിട്ടുള്ള വലിയൊരു മോട്ടിവേഷനാണ് ഈ സാധനം. പ്രശ്നം കേട്ടോ, ഇനി വിടുമോ? അതായത് ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് 2-3 തരത്തിൽ ചെയ്യാം. പേടിക്കാതെ ചെയ്യാന്ന് പറയില്ലേ, അതാണ് നമ്മൾ എൻഡോറിൻ്റെ ഒരുപാട് ഡ്രൈവൊക്കെ ചെയ്തിട്ടുണ്ട് മുന്നേ, ഓഫ് റോഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഞാൻ പക്ഷേ ഷൂട്ട് ചെയ്യാൻ വന്നത് ട്രെയിനിലായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഓടിച്ചു എന്നുള്ളൂ. അതും 4 വീൽ ഡ്രൈവ് ഒന്നല്ല, നമ്മൾ സാധാരണ 2 വീൽ ഡ്രൈവ് ഓടിക്കണത്. ഇതിപ്പോൾ നമുക്കിവിടെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും, സെറ്റാണ്, അടിപൊളി. സോറിയേ, അതെ ഞാൻ അബിയോടെ സോറി എന്ന് പറഞ്ഞത്, കാരണം അബിയുടെ വണ്ടിയാണിത്, നമ്മുടെ സ്വന്തം വണ്ടി പോലെയാണ്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് എല്ലാവരും വേണ്ടി നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ മഹീന്ദ്ര കുറേ ടെക്നോളജികൾ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡാവിഞ്ചി ഡാമ്പേഴ്സൊക്കെ 7XL കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ മുന്നേ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പേരല്ല പറയുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡാമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എന്താണ് ഞാൻ സയൻസ് കോർണർ പോലെ വീഡിയോ ഉണ്ടാക്കാം, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇപ്പോൾ എൻഡോർ വാങ്ങാൻ എന്താണ് മോട്ടിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് എന്നോട് പറഞ്ഞിട്ട് ഫോർഡ് വിക്ക് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ഫോർഡേ പോയിട്ടുള്ളൂ, എൻ്റെ വണ്ടി പോയിട്ടില്ല, എൻ്റെ വണ്ടി എൻ്റെ കയ്യിലുണ്ടെന്നാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുത്ത കുറേ ആൾക്കാർ വേറുണ്ട്. അവരാണ് ഇങ്ങനത്തെ നല്ല വണ്ടികളൊക്കെ പോയി തപ്പിയെടുത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ വണ്ടിയൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് വാങ്ങുന്നത് വിചാരിച്ചോ, കേരളത്തിലാണെന്ന് വന്നെങ്കിൽ ഒരു 25 ലക്ഷമോ 24 ലക്ഷമൊക്കെ പറയും. കാരണം വണ്ടി വാങ്ങി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അവരുടെ ഒരു മാർജിൻ കൂടി ആടിയും. എന്നാൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോയി തപ്പിയെടുത്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. എന്നെ കിട്ടിയാൽ വലിയ കുഴപ്പമില്ല, രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇതും പുതിയ നമ്പറിൽ വരും. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഞാൻ മറക്കാതിരുന്നതുകൊണ്ടാണ്, കാരണം ഈ നമ്പർ പ്ലേറ്റ് മാറി, ഇതിന് പുതിയ വണ്ടി നമ്പർ കിട്ടി. ഇത് KL ആണിപ്പോൾ, കേരള വണ്ടിയാണ്. 3.2 ലിറ്റർ എഞ്ചിൻ മാറിയപ്പോൾ എന്തൂസിയാസ്റ്റുകളുടെ വണ്ടി മാറി എന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാർ റിവ്യൂ ചെയ്ത് 2.2 വന്നും 2 ലിറ്റർ വന്നതൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഒരു ടൈംലെസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ എഞ്ചിനാണ്. ഈ ഡ്യൂറാ ടോർക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല ഡ്രൈവബിളാണ്, നമുക്ക് ഓടിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഈ 6 സ്പീഡ് ഗിയർ ബോക്സും അത്യാവശ്യം നന്നായി തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന, നമുക്ക് അലോസരങ്ങൾ തരാത്ത, സുഖമായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ്. ഇത്രയും ഫാസ്റ്റായിട്ട് ഓടിക്കാവുന്ന വണ്ടിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഒരു മാമത്തായിട്ടുള്ള വണ്ടിയാണ്. ഇത് വെയിറ്റ് ഉണ്ട്, 2400 കിലോയുടെ മുകളിലാണ് ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ വെയിറ്റ് പിന്നെയും കൂടി 2 ലിറ്റർ ആയപ്പോൾ, അതെന്താ എനിക്കൊരു മനസ്സിലായില്ല. അതായത് 3.2-നേക്കാളും വെയിറ്റ് കൂടുതലാണ് 2 ലിറ്റർ എഞ്ചിന് ഉള്ള വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു 7 സീറ്റുകൾ യൂസബിൾ ആണ്. ഇതിലിരുന്ന് ഓടിക്കാനായിട്ട് രസമുണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് സകല കാര്യങ്ങൾ കണ്ടോടെ ഓടിക്കുന്നത്, നാട് മുഴുവൻ കാണാമെന്ന് പറയില്ലേ, അതാണ് ഇതിൻ്റെ അവസ്ഥ. അതൊരു വലിയ കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. കാരണം ഒരു വലിയ വണ്ടിയാണല്ലോ, വലിയ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് ചെറിയ വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ഞാൻ ട്രാവലർ ഓടിച്ചു പറഞ്ഞ കാര്യത്തിൽ ഓടിക്കൊരു എഫേർട്ടില്ലാന്ന്. എനിക്ക് തോന്നുന്നു എൻഡോറിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എനിക്ക് ജിംനി ഓടിക്കുന്നതിൻ്റെ പകുതി എഫേർട്ടാണ് ഈ വണ്ടിക്ക് തോന്നുന്നുള്ളൂ. അതിൽ അതിശോക്തി ഇല്ല, കാരണം ജിംനി എന്ന് പറയുന്നത് സംഭവം ചെറുതാണെങ്കിലും ഓടിക്കാൻ ലോറി പോലെയാണ്, അറിയാലോ, പല കാര്യങ്ങളിലും. സ്റ്റിയറിംഗ് ഒക്കെ ഫോർ എക്സാമ്പിൾ, ഇത് തിരിക്കാൻ ബുദ്ധിമുട്ടില്ല, വളയ്ക്കാൻ ബുദ്ധിമുട്ടില്ല, സ്റ്റിയറിംഗ് ലൈറ്റാണ്, ഇതിൻ്റെ ഗിയർ ബോക്സ് റെസ്പോൺസീവ് ആണ്, ഇതിൻ്റെ ബ്രേക്കുകൾ നല്ലതാണ്, ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലെവറാണ്, പിന്നെ ഫോർഡിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിയുള്ള കാര്യങ്ങൾ ഈ വണ്ടിക്കുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ ഒരു BS4 വണ്ടി വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിലുള്ളത് ഏത് വണ്ടിയാണ്? ഇവിടെ സെക്കൻഡ്സ് മേടിക്കാൻ പറ്റുക. പഴയ 3 ലിറ്റർ ഫോർച്യൂണർ മേടിക്കാം, അതിൻ്റെ ബാക്കിൽ ഡിസ്ക് ഇല്ല, എന്നാലും അതൊരു ഓൾ ടൈം 4 വീൽ ഡ്രൈവ് ആണ്, നല്ല വണ്ടിയാണ്. ഓക്കെ, അതിന് പക്ഷേ മാനുവലേ ഉള്ളൂ, ഇത് പക്ഷേ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി വാങ്ങണമെങ്കിൽ ഫോർച്യൂണറിൻ്റെ കേസാണെങ്കിൽ അടുത്ത ജനറേഷൻ വാങ്ങണം, അല്ലെങ്കിൽ അടുത്ത ഒരു ഫേസ് ലിഫ്റ്റ് മേടിക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ 3.2-ൽ ചാവിയിട്ട് തിരിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ജിംനി ചാവിട്ട് തിരിക്കും, ഗിയർ ഡ്രൈവ് ആക്കും, ഓടിക്കും. അപ്പോൾ നമുക്കൊരു പഴയ വണ്ടി ഓടിക്കുന്ന ഫീലും ഒരു പുതിയ വണ്ടിയുടെ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമൊക്കെ കിട്ടും. അങ്ങനെ ഒരു കണക്കിൽ ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഫോർഡ് ബാക്കിയുള്ള വണ്ടികളുണ്ട്, ഫോർഡിൻ്റെ ഫിഗോ ആണെങ്കിലും ആസ്പെർ ആണെങ്കിലും ഒക്കെ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വണ്ടികളുണ്ട്. ആ വണ്ടികളുടെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഫോർഡ് പോയി പറഞ്ഞാൽ വിഷമിക്കണം. പക്ഷേ എൻഡവറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്കൊന്നും പറ്റില്ലെങ്കിൽ ഐഫോണിൻ്റെ കാര്യം പറയില്ലേ, നമ്മൾ തായ്ലാൻഡ് പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റും കൂടിയും ലാഭമായിരിക്കും, പോയി വരാനുള്ള കാശും ഇവിടുത്തെ ഐഫോണിൻ്റെ പ്രൈസൊക്കെ നോക്കിയെന്ന് പറയില്ലേ, അതുപോലെ ഈ വണ്ടിയുടെ എല്ലാ സാധനവും എല്ലായിടത്തും കിട്ടും. ഒന്ന് ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് വാങ്ങി വന്നാലും നഷ്ടമില്ല എന്ന് പറയുന്ന പോലെയാണ് എൻഡവറിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ പാർട്സിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, അതൊരു വലിയ ഗുണമാണ്. അപ്പോൾ നമ്മൾ ഒരു SUV മേടിക്കുകയാണ്, ഞാൻ പറയുന്നത് സാധാരണ ഒരു വണ്ടി വാങ്ങുന്നതിന് പകരം വാങ്ങുന്നതല്ല. ഇപ്പോൾ ഒരു പ്രോപ്പർ 4x4 വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ, നിങ്ങളുടെ ഒരു ബഡ്ജറ്റിലുള്ളതൊരു ഫോർച്യൂണറാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജിംനി വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ താർ റോക്സ് വേണം, അങ്ങനെയാണെങ്കിൽ ഒരു അപ്ഗ്രേഡ് പോലെ മേടിച്ച് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ 5 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് സാധാരണ 5 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു ബാലൻസൊക്കെ പ്രശ്നമാക്കി പറയും. പക്ഷേ ഫോർഡ് ഈ കാര്യത്തിൽ വളരെ ക്ലെവറാണ്. ഇപ്പോൾ 3 സിലിണ്ടർ ഡ്രാഗൺ സീരീസ് എക്കോസ്പോർട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 സിലിണ്ടർ എഞ്ചിനുകളൊക്കെ ഒരിത്തിരി ലഹളമൊക്കെ ഉണ്ടാക്കുന്നൊക്കെ. പക്ഷേ ഫോർഡ് അത് ഉണ്ടാക്കി. അവർ ആ ഒരു ക്ലെവറായിട്ടുള്ള മാനേജ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു വെൽ റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ഒരു എഞ്ചിനായിരുന്നു 3 സിലിണ്ടർ. അപ്പോൾ ആ 3 സിലിണ്ടർ എഞ്ചിൻ്റെ കുറച്ചും കൂടിയും ഒരു മുമ്പുള്ള ഈ 5 സിലിണ്ടർ എഞ്ചിൻ അവർ അങ്ങനെ തന്നെ ചെയ്യുന്നതിന് വൈബ്രേഷൻസ് ഇല്ല, ഇത് റിഫൈൻഡ് ആണ്. അപ്പോൾ ഈ 5 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് ഡ്രൈവബിൾ ആണ്, ടോർക്കിയാണ്, 470 ന്യൂട്ടൺ മീറ്റർ പെർ
ഇത് ട്യൂൺ ചെയ്ത വണ്ടിയാണ്, ഇതിന് ടോർക്ക് കൂടുതലാണ്. ആ 475 ന്യൂട്ടൺ മീറ്റർ തന്നെ മതി നമുക്ക് ഡെയിലി ഡ്രൈവിൽ പൊളിച്ചുകൊണ്ട് നടക്കാനും 4x4 ഇട്ടിട്ട് ഓഫ് റോഡ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇവർ എൻഡവർ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് തമാശയായിട്ട് തോന്നി. കാരണം ഈ അടുത്ത് 7X ഡ്രൈവിന് പോയ ആൾക്കാരൊക്കെ നമ്മൾ കണ്ടു, അവർ ജയ്സൽമേറിൽ ആ ഡൂൺസിലൊക്കെ പോയി വണ്ടി ഓടിക്കുന്നുണ്ടു. അതും മഹീന്ദ്ര അടിച്ചു മാറ്റിയതാണ്. കാരണം ഫോർഡ് എൻഡവറിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നത് സെയിം സ്ഥലത്താണ്. ഞാനിന്നിങ്ങനെ ഫോർഡ് എൻഡവർ ഓടിക്കാൻ വന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. അപ്പോൾ 1-2 റിവ്യൂ ഒക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു. അവർ ആ ഡൂൺസിലിട്ട് കാണിക്കുന്ന അഭ്യാസങ്ങളാണ് ഒരു മഹീന്ദ്രയോട് ഇപ്പോൾ മിനിയാന്ന് കാണിച്ചു തന്നത്. അപ്പം മഹീന്ദ്ര ടെക്നോളജി മാത്രമല്ല ഇവൻറ്റുകൾ കൂടി അടിച്ചു മാറ്റുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതൊന്നും പറയില്ല, കാരണം അത് ഓരോ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ഒന്നായാലും മതിയോ, ആ കുറ്റം പറയില്ല. പക്ഷേ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മാർക്കറ്റിലുണ്ട്, നമുക്ക് വേണ്ടതൊരു വലിയ SUV ആണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു പുതിയ വണ്ടി വാങ്ങിയപ്പോൾ പുതിയ വണ്ടിക്കുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് ഫ്രഷ് വണ്ടി നമ്മുടെ വണ്ടിയായിട്ട് നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ ആ വണ്ടി വാങ്ങുമ്പോൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമുക്കത് പഴയതായി തോന്നും. എന്നാൽ പഴയ വണ്ടി വാങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വർഷം കഴിഞ്ഞ ഫീല് അന്ന് വാങ്ങുന്ന അന്ന് പോലെ കിട്ടുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് പഴയ വണ്ടിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകളുണ്ടെങ്കിലും നല്ല വർക്ക്ഷോപ്പ് സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാൻ ആളുകളെ അറിയാമെങ്കിലൊക്കെ ഒരു പഴയ വണ്ടി വാങ്ങി അത് എൻജോയ് ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള സ്പെഷ്യൽ വണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ അവർക്ക് സ്പെഷ്യലാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഫോർഡ് എക്കോസ്പോർട്ടിൽ നിന്ന് ആൾക്കാർക്ക് അപ്ഗ്രേഡ് ചെയ്യാം, ഫോർഡ് ആസ്പെയറിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഫോർച്യൂണർ വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് അപ്ഗ്രേഡ് ചെയ്യാം, താറിന് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് വലിയ തലവേദനയൊന്നും ഇല്ലാണ്ട് കൊണ്ടുവരാൻ പറ്റിയ വണ്ടി. ഈ വണ്ടിക്ക് ഒരു പ്രശ്നമായിട്ട് കേട്ടുള്ളത് 3.2-ന് ടോർക്ക് കൺവേർട്ടർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് എല്ലാ വണ്ടിക്കൊന്നുമില്ല, ചില വണ്ടിക്ക് ഭാഗ്യം പോലെ അടിച്ച് കിട്ടുന്നതാണ്. എന്തായാലും ആ ഒരു പ്രശ്നം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഹിസ്റ്ററി നോക്കാനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫോർഡിൻ്റെ അംബ്രല്ല എന്ന് പറയുമ്പോൾ ഒരാപ്പിൽ എല്ലാ ഷോറൂമിലും പോയിട്ട് നമുക്ക് എവിടേക്കാണ് സർവീസ് ചെയ്ത് നോക്കാനുള്ള സംവിധാനം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി ക്ലെവറായിട്ട് ഇത് എങ്ങനെ സർവീസ് ചെയ്ത് നോക്കുന്നതിന് പകരം വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ മെയിനായിട്ട് നോക്കാനുള്ള കാര്യം സ്റ്റിയറിംഗ് റാക്ക്, അതുപോലെ ഇതിൻ്റെ ആ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതുപോലെ ടോർക്ക് കൺവേർട്ടർ അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ അവസ്ഥ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല വണ്ടി നോക്കി എടുക്കാൻ പറ്റിയാൽ തലവേദന ഇല്ലാണ്ട് ഓടിച്ചു നടക്കാവുന്ന ഒരു വണ്ടി കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് അബി വാങ്ങിയിട്ട് അബി ഇത് ഡെയിലി ഡ്രൈവറാക്കിയെന്നാണ് പറഞ്ഞത്. ഇത് ഈ വണ്ടിയുടെ മുമ്പ് പുള്ളി ഓടിച്ചത് ഇക്കോസ്പോർട്ടാണ്. അപ്പോൾ ഫോർഡിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലത്ത് കുറച്ച് ഹെഡ് ഓഫ് ടൈം ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്നും ഫോർച്യൂണറിന് സൺറൂഫില്ല, അറിയാലോ. അതുപോലെ പല കാര്യങ്ങളില്ല. റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റോഡിൽ അത്ര ക്ലീൻ ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റി ഒന്നും അല്ല നമ്മുടെ ഫോർച്യൂണറിന്. പക്ഷേ എൻഡവറിന് അങ്ങനെയല്ല. എൻഡവറിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര ലോങ് ഡ്രൈവ് ചെയ്താലും ക്ഷീണിക്കാത്ത, വലിയ ബോഡി റോഡ് ഫീൽ ചെയ്യാത്ത, കാല് കൊടുത്താൽ പറന്ന് കയറി പോകുന്ന ഒരു സ്വഭാവമുണ്ട് ഈ വണ്ടി. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വണ്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ വലിപ്പം മാത്രമല്ല, അതിൻ്റെ ഞാൻ പറഞ്ഞില്ല സൈസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസ് കൂടി നല്ലതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു വണ്ടി വാങ്ങിയാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ടയർ ഇതിൻ്റെ മാറ്റി, അതുപോലെ ഓയിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു, പിന്നെ ചിലപ്പോൾ ഒന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യേണ്ടി വന്നേക്കും, ചിലപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ചെയ്യേണ്ടി വന്നേക്കും. അങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് തോന്നുന്നു ഒരു യൂസ്ഡ് മാർക്കറ്റിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന വണ്ടികളിലൊന്നെന്ന് പറയുന്നത് ഫോർഡ് എൻഡവർ തന്നെയാണ്. അത് ലക്ഷറി സെഗ്മെൻറ്റിൽ, ഞാൻ പറഞ്ഞത് ലക്ഷറി ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ നമുക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് എന്നാൽ വലിയ വണ്ടികളുടെ അതേ ക്വാളിറ്റിയുള്ള വണ്ടി മേടിക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു കാര്യത്തിൽ ശരിക്കും ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ ആ ജിമ്മിന് മേടിച്ചപ്പോൾ ആ കാശിൻ്റെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ അത് മേടിച്ചേനെ. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ലിക്വിഡ് ക്യാഷ് കൊടുത്ത് വണ്ടി വാങ്ങാനുള്ള കാശ് അത്രയും കയ്യില്ലാത്തതുകൊണ്ട് നമുക്ക് ലോൺ എടുക്കണം. ലോൺ എടുക്കുമ്പോൾ യൂസ്ഡ് കാർ ഡൽഹി പോയിട്ട് വാങ്ങാനൊന്നും പ്രാവർത്തികമല്ല, നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന കാശിന് കിട്ടുന്ന നല്ലൊരു വണ്ടി മേടിക്കും. അങ്ങനെയാണ്. അതല്ല, കയ്യിൽ കാശുള്ള ആളുകൾക്ക് എപ്പോഴും ഇതുപോലുള്ള വണ്ടികളൊക്കെ തിരഞ്ഞെടുത്ത് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡീലർഷിപ്പിൽ ആളുകളൊക്കെ ഡൽഹിയിൽ വണ്ടി സെർച്ച് ചെയ്യുന്നുണ്ട്, പേഴ്സണലായിട്ട് ആളുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ ഡൽഹിയിൽ വണ്ടി വാങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അബിയോടൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റാൻ ചെയ്യാട്ടോ. എന്തായാലും ഈ എൻഡവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ജിമ്മിന് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലേ. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ.